ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു കോയിൻ ഫോർസ്. കഴിഞ്ഞ ദിവസം എംപവർ എന്നുള്ള അക്കാദമി അറേഞ്ച് ചെയ്തിട്ടുള്ള മൂവിങ് അപ്പ് എന്നുള്ളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അതായത് നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റായി ഒരു പ്രോഗ്രാമായിരുന്നു അത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് ട്രെയിനറായിരുന്ന മിസ്റ്റർ ഡോക്ടർ ഷാജഹാൻ അബൂബക്കർ സാറാണ് ആ ഒരു പ്രോഗ്രാം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കോൺഫിഡൻസ് തന്നിട്ടുള്ള വളരെ വലിയൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ നമ്മൾ വളരെ നല്ലൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പ് ഒന്നുകൂടി ദൃഢമാക്കാൻ സാധിച്ചു ആ ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട്. വീണ്ടും ഞാൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ആവശ്യമുണ്ടെങ്കിൽ, ഇന്ന് ഇൻഡസ്ട്രിയിൽ ലഭ്യമായിട്ടുള്ള വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം തന്നെയാണ് കോയിൻ ഫോർജിലെ എല്ലാ മെമ്പേഴ്സും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കോയിൻ ഫോർജ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അവരുടെ വളരെ നിയർ ഫ്യൂച്ചറിൽ അവർ എന്ത് തന്നെയായാലും വളരെ വലിയൊരു സക്സസ്സിലേക്ക് എത്തുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനിയും കോയിൻ ഫോർജ് എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാതെ പുറത്തു നിൽക്കുന്നവരോടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഒരു 80 to 85% നമ്മുടെ കയ്യിൽ തന്നെ പ്രോഫിറ്റ് വരുന്ന ഒരു സംവിധാനമാണ് കോയിൻ ഫോർജ് ഒരുക്കി തന്നിട്ടുള്ളത്. അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ആ തീരുമാനത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് 100% ഉറപ്പ്. ഞാൻ വീണ്ടും 100% ഉറപ്പ് പറയുന്നത്, റിപ്പീറ്റേഷൻ വരുന്നുണ്ടായിരിക്കാം. അത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു പ്ലാൻ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് തന്നെ ആവർത്തിച്ച് ആ ഒരു ഉറപ്പിലേക്ക് എത്തിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാക്കിനിൽ നിന്ന് വരുന്നുണ്ടായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്റ്റ് ഒരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രൊജക്റ്റാണ്. പലരും ഇപ്പോഴും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റാണോ, ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രത്തോളം റിട്ടേൺ കിട്ടും, എത്ര പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്നെല്ലാം ചോദിക്കാറുണ്ട്. എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അത്രയേ ഉള്ളൂ, ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. സോ അതിൽ നമ്മൾ എന്താണോ എഫേർട്ട് ഇടുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ വളരെ നല്ല രീതിയിൽ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ലിജിത്തെ, ഇത് നിന്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് അവസരമാണ് ഇപ്പോൾ നിൻ്റെ കയ്യിലുള്ളത്. കാരണം ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും, അല്ലെങ്കിൽ ഏത് ബിസിനസ്സിൽ നിന്നും ഏൺ ചെയ്യുന്ന വരുമാനത്തെക്കാളും അതുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് ബിസിനസ് ഇൻകമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് പോലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നീ ട്രീറ്റ് ചെയ്തോളൂ എന്നുള്ളൊരു കോൺഫിഡൻസാണ് അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനതിലൊരു ഉദാഹരണത്തോടുകൂടി പറഞ്ഞുതരാം. പലരും ഇപ്പോഴും, എനിക്കറിയാം, ഈ ഒരു ക്രിപ്റ്റോ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് പേടിയോടെ നോക്കിക്കാണുന്നതുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇതിനു മുൻപ് വന്നിട്ടുള്ള ഒരുപാട് മോശനുഭവങ്ങൾ തന്നെയായിരിക്കും. പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളിൽ നിന്നും വന്നിട്ടുള്ള മോശനുഭവങ്ങൾ തന്നെയായിരിക്കാം. ഇത് വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് ഒരു ഷോപ്പ് റൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നടക്കുന്ന ബിസിനസ്സിൽ നിന്ന്, നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ആ പെട്ടിയിൽ വീഴുന്ന കാശ് നമുക്കെടുക്കാനായിട്ട് നമ്മൾക്ക് വേറൊരു വ്യക്തിയുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അതേ പൊസിഷൻ, നമ്മളൊരു കാഷ്യറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുകയാണ്, ക്യാഷ് കളക്ട് ചെയ്യുന്നതൊക്കെ നമ്മളാണ്. ആ ഷോപ്പിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനവും നമ്മൾ വഴി തന്നെയാണ് ആ പെട്ടിയിൽ വീഴുന്നത്. പക്ഷേ ആ പെട്ടിയിൽ വീഴുന്ന പൈസയിൽ നിന്ന്, അല്ലെങ്കിൽ പണത്തിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ ആ ഒരു ഷോപ്പിൻ്റെ, അല്ലെങ്കിൽ ആ ബിസിനസ് ഓണറിൻ്റെ 100% പരിപൂർണമായിട്ടുള്ള സമ്മതം കിട്ടിയാൽ മാത്രമാണ് നമുക്കതിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്ന ഒരു കമ്പാരിസൺ. ഇതുവരെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളിൽ നിന്ന് നമുക്ക് വരുമാനം അവരവരുടെ ഐഡികളിൽ കാണാം എങ്കിലും അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കത് കയ്യിലേക്ക് എടുക്കേണ്ട സമയത്ത് അത് കിട്ടുന്നില്ല. കാരണം അത് നമ്മുടെ ബിസിനസ് ആയിരുന്നില്ല, അത് മറ്റാർക്കോ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള കുറേ ഫണ്ട് കളക്ഷൻ പ്രോഗ്രാമുകളായിരുന്നു.
ഇനി അവർ അത് ആ ഒരു വിഡ്രോവൽ അവിടെ നിന്ന് അലൗ ചെയ്താൽ അല്ലെങ്കിൽ അതിനൊരു പെർമിഷൻ തന്നാൽ നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ സംഭവിക്കാനുള്ളൂ. കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ നമുക്കവിടെ പറയാനുള്ളൂ. പക്ഷേ കോയിൻഫോർജ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം യൂസ് ചെയ്യാൻ നമുക്ക് ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല. അത് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് ആയിരിക്കും നമ്മളുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് പണം സമ്പാദിക്കാൻ ഇതിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഒരാളുടെയും പെർമിഷൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇതാണ് വളരെ സിമ്പിളായിട്ട് ഒരു ഉദാഹരണത്തിലൂടെ കോയിൻഫോർജും ഇതുപോലെ അല്ലെങ്കിൽ ഇന്ന് വരെ മാർക്കറ്റിൽ വന്നിട്ടുള്ള പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സിമ്പിളായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ 80 മുതൽ 85% വരെ എമൗണ്ട് ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെയാണ് കോയിൻഫോർജ് എന്ന പ്രൊജക്റ്റിലൂടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നത് പോലെ സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഈ വീഡിയോയിലും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ കോൺഫിഡൻസോടുകൂടി ട്രസ്റ്റോട് കൂടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പറയുന്നത് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇതിനേക്കാൾ ഇതിനേക്കാൾ കൂടിയ രീതിയിൽ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പോട് കൂടിയിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഏകദേശം ഒരു 6-7 വർഷത്തെ ഈ ഫീൽഡിലെ എക്സ്പീരിയൻസിൽ നിന്നും പല പ്രൊജക്റ്റുകളും കണ്ടും പലതും ചെയ്തുമുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഏത് പ്രൊജക്റ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കണ്ടാൽ അല്ലെങ്കിൽ ബിസിനസ് പ്രൊജക്റ്റ് പ്ലാൻ കണ്ടാൽ നമുക്കത് കമ്പയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിനേക്കാൾ ബെറ്ററാണ് കോയിൻഫോർജ് എന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കോയിൻഫോർജിലൂടെ വളരെ വലിയ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.